ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നേ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. മക്കൾസിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ടൊരു ബീഫ് കബ്സ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി റെസിപ്പിയാണേ. അപ്പം അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെന്ന് ഞാൻ പറയാവേ. ആദ്യം മെയിനായിട്ട് വേണ്ടത് ബീഫാണ്. പിന്നെ പട്ട, ഉണക്ക നാരങ്ങ, ഏലയ്ക്ക, ഒരു 6 തക്കാളി, ഒരു 7-8 സവാള, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ബീഫ്. ഈ ഒരു വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത 3 കിലോ ബീഫാണ് കേട്ടോ. അതിൽ ബീഫായതുകൊണ്ട് വേവിക്കാൻ വേണ്ടി നമ്മൾ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് ആ സമയത്ത് നമ്മൾ അരിയും കഴുകി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പുറത്ത് അടുപ്പ് കൂട്ടി അതിൽ സൺഫ്ലവർ ഓയിലും പിന്നെ ഏലക്കയും പട്ടയും ഇട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ബീഫ് കുക്കറിൽ വെന്ത് ഒരു 4 വിസിൽ കേട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അത് അപ്പോഴത്തേക്ക് ആവിയൊക്കെ ബീഫിൻ്റെ കുക്കറിലിടുന്ന ആവിയൊക്കെ പോയി ഇതിൽ ഇടേണ്ട സമയമാകുമ്പോൾ കറക്റ്റ് പാകത്തിനാവുമേ. അപ്പോൾ ഇതേ സവാള നന്നായിട്ട് വരണ്ട് വരണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഒരു 5 തക്കാളിയോളം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണമേ. പുറത്തെ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആവി വരുന്നതുകൊണ്ട് ക്യാമറ നല്ല ക്ലിയർ ഇല്ല. അപ്പം ഈ ഒരു പാകത്തിന് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. സവാളയൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പുറത്ത് വിറകിലാണ് വെച്ചതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് വിറകടുപ്പിൽ വെച്ചത്. അപ്പോൾ നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വേണമേ. അപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി വെള്ളം നമ്മൾ അതിൽ ഒരു ചരുവം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചരുവം കൂടെ വെള്ളം വെക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിലോട്ട് ബീഫ് കബ്സ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂണോളം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വെളുത്തുള്ളി തൊലിച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി അതും ഒരു 7-10 വെളുത്തുള്ളി അല്ലികൾ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ചരുവം വെള്ളമേ വീട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി വെള്ളം കുക്കറിലെ ബീഫിൽ നിന്നും നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബീഫും അതിൽ ഊറി വന്ന വെള്ളവും കൂടെ ആകുമ്പം ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെള്ളമായിട്ടുണ്ട്. അപ്പം ഏത് പാത്രത്തിലാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ബീഫ് നന്നായിട്ട് ജ്യൂസി ആയിട്ടുണ്ട് കണ്ടോ. ഈ കുക്കറിൽ നമ്മൾ ഈ ഒരു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ബീഫ് നന്നായിട്ട് തിള വന്നു. അതിലേക്ക് നമ്മൾ പിന്നെ വിട്ടത് പച്ചമുളകാണ്. പച്ചമുളകും ഉണക്ക നാരങ്ങയും കൂടെ ഈ ടൈമിലാണ് ഇടുന്നത്. എന്നിട്ട് നമ്മളിനി ഇത് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം മെയിനായിട്ട് പിന്നെ ഈ വെളുത്തുള്ളി മുഴുവനെ ഇടും കേട്ടോ. അത് ഞാൻ മറന്നുപോയി. മുഴുവനെ വെളുത്തുള്ളി ഇടണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മുഴുവനെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി മുഴുവനെ ആയിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് തിള വന്നിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നല്ല ഇരുട്ടി കേട്ടോ. ടൈം ഇരുട്ടിയതുകൊണ്ട് വെളിച്ചം കുറവാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരിയും കൂടെ ഇതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്തിന് ആവശ്യം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന ഈ സമയത്ത് നമ്മളൊന്നും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അടച്ച് വെച്ച് ഒരു 10-20 ഓവർ ഫ്ലെയിമിൽ തീയിൽ ഒരു 10-20 മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മളത് ബീഫ് കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ജ്യൂസിയാണ്. കണ്ടില്ലേ, റൈസൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കബ്സ റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിപ്പം ക്വാണ്ടിറ്റി കൂടുതലാണ് റൈസ്, നമുക്ക് കുറച്ചും ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.